ഒറിജിനൽ കേരള ഡീസൽ വണ്ടി 48,000 കിലോമീറ്റർ മാത്രം ഓടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഇപ്പോൾ ലോണിനാണ് എടുക്കുന്നെങ്കിൽ ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര വരും? ഇത് വേണമെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന സാധനം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറായ മാത്രം മതി. ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റൽ, അതും ഒറിജിനൽ കേരള വണ്ടി നമ്മുടെ സ്റ്റോക്ക്. ഡീറ്റെയിൽസ് എങ്ങനെ ലോൺ ചെയ്യാൻ പറ്റുന്നത്? ലോൺ ചെയ്യാലോ, ഫുൾ തന്നെ ചെയ്താൽ 8,50,000 EDV കിടക്കുന്നതിന് ഇപ്പം ഫുൾ തന്നെ ചെയ്താൽ ഫുൾ ലോൺ 0 ഡൗൺ പേയ്മെന്റിൽ ഒരു ഇലക്ട്രിക് കാർ നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ആളുകൾക്ക് നല്ലൊരു യൂസ് കാർ വേണമെങ്കിൽ അവർക്ക് പുറത്തു പോകേണ്ട കാര്യമില്ല. കാരണം A1 യൂസ് കാർ ഷോറൂം ഉണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പയ്യന്നൂരുള്ള A1 യൂസ് കാർ ഷോറൂമിലാണ്. അപ്പോൾ അതിന്റെ ഓണറായിട്ടുള്ള രതീഷ് ബ്രോ, നമ്മുടെ ഈ ഒരു മെയ് മാസത്തിൽ കിടിലൻ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട്. കിടിലൻ സ്റ്റോക്ക് മെയ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടിച്ച റേറ്റ് കൊടുക്കാൻ സ്റ്റോക്ക്, പൊട്ടിച്ച വില കൊടുക്കാൻ പറ്റൂലേ. അപ്പോൾ എന്തായാലും ഈ മാസത്തെ വാഹനങ്ങൾ നമുക്ക് ഓരോന്നോരോന്ന് പരിചയപ്പെടും. ടൊയോട്ടയുടെ ഗ്ലാൻസ, ഇത് 2021 മുതൽ ഫുൾ ഓപ്ഷൻ ഗ്ലാൻസ്, സിംഗിൾ ഓൺഷിപ്പ്, 40,000 കിലോമീറ്റർ, പെട്രോൾ മാനുവൽ വണ്ടി, വി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഇത് ഫൈനലായിട്ട് നമുക്ക് 6,85,000 കൊടുക്കാം. 6,85,000 രൂപ. നമുക്കിപ്പോൾ ലോണിനാണ് എടുക്കുന്നെങ്കിൽ ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര വരും? ഇത് വേണമെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന സാധനം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറായ മാത്രം മതി. ഉള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ള കച്ചവടമാണ്. ടൊയോട്ടയുടെ ഗ്ലാൻസ റെഡ്, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് വൈറ്റ് ആണ്. റെഡ് ഇത് 2022 മോഡല്, സിംഗിൾ ഓൺഷിപ്പ്, 23,000 കിലോമീറ്റർ വേണ്ടി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളുള്ള ലോ കിലോമീറ്റർ ആണ്. ഒരു ക്ലെയിമോ കാര്യങ്ങളും കയറാത്ത വണ്ടിയാണ്. കമ്പനി അണ്ടർ എക്സ്റ്റൻഡ് വാറണ്ടി കിടക്കുന്ന വണ്ടി. ഫൈനൽ റേറ്റ് ആയിട്ട് 6,90,000 ഇത് കൊടുക്കാം. 6,90,000 രൂപ. ഇത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയിൽ അടക്കം വരുന്നതാണല്ലേ. വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ. ഒരു ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. 23,000 കിലോമീറ്റർ മാത്രം, ലോ കിലോമീറ്റർ, പെട്രോൾ മാനുവൽ, ഇസ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാൻസ് വേണമെങ്കിൽ നമുക്കിപ്പോ പല കളറിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പല കളറിൽ അവൈലബിൾ ആണ്. അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന ഒരു വാഹനമാണ് എത്തിയോസ് സിൽവ ഡുവൽ ടോൺ അല്ലേ. ഡുവൽ ടോൺ VD വണ്ടി, ഒറിജിനൽ കേരള ഡീസൽ വണ്ടി, 48,000 കിലോമീറ്റർ മാത്രം ഓടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് 2 ടയേഴ്സ് പുതിയതാണ്. പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈനൽ റേറ്റ് ആണ് 7,20,000 രൂപ കൊടുക്കാം. 7,20,000 രൂപ. ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന എത്തിയോസ് സിൽവ ഡുവൽ ടോൺ, അതും ഡീസൽ. 48,000 കിലോമീറ്റർ കറക്റ്റ് 10,000 എല്ലാ 10,000 കിലോമീറ്റർ ഷോറൂം സർവീസ് ആണ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. 6,3,4 എന്തായാലും ലോൺ ചെയ്യാൻ പറ്റും. മാരുതിയുടെ ബിഗ് വാഗനർ അല്ലേ, ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. 2024 വാഗനർ, സിംഗിൾ ഓൺഷിപ്പ്, 23,000 കിലോമീറ്റർ വേണ്ടി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 23,000 ZXi വണ്ടിയാണ്, 1.2. നമുക്ക് ഫൈനൽ റേറ്റ് 5,70,000 രൂപ കൊടുക്കാം. 5,70,000. ഇത് 4 സിലിണ്ടർ 1200 cc വരുന്നതാണ്. ഫൈനൽ റേറ്റ് ആണ് 5,70,000. കമ്പനി അണ്ടർ വാറണ്ടി വരുന്ന വണ്ടി ഫുള്ള്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. മാരുതിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള മാരുതിയുടെ സ്വിഫ്റ്റ് നല്ലൊരു സാധനം നമ്മൾ സ്റ്റോക്ക് ഉണ്ടല്ലേ. ഡീറ്റെയിൽസ് തന്നെ. ഇത് 2022 മുതൽ VXi സിംഗിൾ ഓൺ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളുള്ള കറക്റ്റ് 50,000 കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടി. നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് 6,65,000 രൂപ കൊടുക്കും. അടുത്തായിട്ട് 7 സീറ്റർ വാഹനങ്ങൾ നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം മാരുതി എർട്ടിഗ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, ZXi പ്ലസ് 2022 വണ്ടി. ഒരു ഡോറ് മാത്രം റീപ്ലേസ് ഉണ്ട്. സെക്കൻഡ് ഓൺഷിപ്പ്, 50,000 കിലോമീറ്റർ വണ്ടി. ഫൈനലായിട്ട് നമുക്ക് 9,25,000 രൂപ കൊടുക്കാം. റേറ്റ് ഒക്കെ നമ്മൾ പൊട്ടിച്ച് കൊടുക്കണം ഈ മാസം അല്ലേ. ഈ ഒരു ഫുൾ ഓപ്ഷൻ ആണ് നമ്മൾ ഈ ഒരു വില പറയുന്നത്. VXi ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ZXi പ്ലസ് ടോപ്പ് ആൻഡ് വേരിയന്റ്. അടുത്തായിട്ട് ഡീസൽ വാഹനങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ടാറ്റയുടെ നെക്സോൺ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2020 മുതൽ ഫുൾ ഓപ്ഷൻ ഡീസൽ നെക്സോൺ, 40,000 കിലോമീറ്റർ മാത്രമേ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ നമ്പർ വേണ്ടി പേടിക്കേണ്ട. ഫ്ലഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ചെക്ക് ചെയ്ത വണ്ടിയാണ്. മാക്സിമം റേറ്റ് പൊട്ടി ചെയ്യാൻ പറ്റും. ഇത് ഫൈനലായിട്ട് നമുക്ക് ഒരു 6,90,000 നെറ്റ് ചെയ്ത് തരാൻ പറ്റും. 6,90,000 രൂപ. ഡീസൽ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ മാത്രം ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷോറൂമിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. SUV സെഗ്മെന്റിൽ തരംഗമായിട്ടുള്ള ഒരു വാഹനമാണ് ഹ്യുണ്ടായിയുടെ ക്രെറ്റ. ഒരു സംശയമില്ല, ന്യൂ ഷേപ്പ്, അതും ഡീസൽ വണ്ടി. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2024 S ഓപ്ഷനിൽ കട്ട ഡീസൽ, വെറും 40,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 4 പുതിയ ടയർ ഇട്ടിട്ട് ഫൈനലായിട്ട് 16,35,000 രൂപ നെറ്റ് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഒക്കെ മാർക്കറ്റ് പ്രൈസ് ഇതിലും കൂടുതലാണ്. 19,85,000 രൂപ പുതിയ വണ്ടിക്ക് വില ഇടുന്നുണ്ട്. ഒരു പുതിയ വണ്ടി തപ്പി കിടക്കുന്നതിനേക്കാൾ ശരിക്കും ക്ലീൻ ഡിപ്രീസിയേഷൻ 3 ലക്ഷത്തിന് മുകളിൽ പോയിട്ടുള്ള ഡിപ്രീസിയേഷൻ നടക്കുന്നുണ്ട്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ല. കമ്പനിയിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റൽ, അതും ഒറിജിനൽ കേരള വണ്ടി നമ്മുടെ സ്റ്റോക്ക്. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2022 മോഡൽ G4 ഓട്ടോമാറ്റിക്, 80,000 കിലോമീറ്റർ കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസ്. സർവീസ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി അണ്ടർ വാറണ്ടി വരുന്ന വണ്ടി.
ഈ ടയർ രണ്ടെണ്ണം പുതിയത് മാറ്റിയിട്ട് നമുക്ക് ഫൈനലായിട്ട് 23.4 കൊടുക്കാൻ പറ്റും. 23,20,000 രൂപ. ഇന്നോവ ക്രിസ്റ്റക്കാണ് നമ്മൾ പറയുന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാനാണ്. ഏത് വേരിയന്റ് ഏതാന്ന് പറഞ്ഞാൽ G4 ഓട്ടോമാറ്റിക് വരുന്നല്ലേ, ഡീസൽ വണ്ടിയാണ്. ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാനാണ്. നമ്മുടെ ഇത്രയും വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ ആകെ ഒരെണ്ണ ഇന്നോവ ക്രിസ്റ്റോ അല്ലേ, ഒറിജിനൽ കേരള ലോ കിലോമീറ്റർ. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഒരുപാട് ആവശ്യക്കാർ, ഒരുപാട് എൻക്വയറീസും വരാൻ സാധ്യതയുണ്ട്. എത്ര പെട്ടെന്ന് വീഡിയോസ് കാണുന്നോ അത്ര പെട്ടെന്ന് തന്നെ വേഗം കോൺടാക്ട് ചെയ്യുക. മാരുതിയിലെ SUV കാറ്റഗറിയിൽ പെടുന്ന ഒരു വാഹനമാണ് ബ്രസ അല്ലേ, അതും ഡീസൽ വാഹനം. ഡീസൽ വണ്ടി ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. പെട്രോൾ കിട്ടാണ്ട് ഡീസലാണ് ഇപ്പൊ കിട്ടാത്തത്. അതിന്റെ ഡീറ്റെയിൽസ് തന്നെ ഇത് 2019 മോഡൽ ZDA പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അല്ല. വണ്ടി കിലോമീറ്റർ കുറച്ച് ഓടി 120 ഓടി കറക്റ്റ് കമ്പനി സർവീസ് ആണ്. അതായത് 1,00,000 കിലോമീറ്റർ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ വേണ്ടി ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫൈനലായി നമുക്ക് 7,40,000 രൂപ കൊടുക്കാം. 7,40,000 രൂപ ലോൺ ചെയ്യാൻ പറ്റും. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം, ലോണും ചെയ്ത് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ മാരുതിയുടെ ബ്രസ പുതിയത് എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ആ ഒരു പുതിയത് പോലെ തന്നെ ഷോറൂം കണ്ടീഷനിൽ നമ്മുടെ അടുത്ത് ഒരു യൂസ്ഡ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2024 വണ്ടി ZXi ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പ് 30,000 കിലോമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടിയാണ്. ഫൈനൽ 11,40,000 രൂപ കൊടുക്കാം. 11,40,000. പുതിയ വണ്ടിക്ക് 14.75 അടുത്ത് വിലയും 14.75 വരുന്നുണ്ട്. ലക്ഷങ്ങളുടെ മാറ്റാണ് വന്നിട്ടുള്ളത്. ഇത് ഹ്യുണ്ടായിയുടെ എക്സ്റ്റർ അല്ലേ, ഡീറ്റെയിൽസ് തന്നെ. ഇത് 2023 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വെറും 30,000 കിലോമീറ്റർ എക്സ്റ്റർ വണ്ടി. ഏത് വേരിയന്റ്? XXO വേരിയന്റ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടി. ഇത് ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വരുന്നത്. നമുക്ക് ഫൈനലായിട്ട് 7,40,000 രൂപ ഫൈനൽ കൊടുക്കാം. നിങ്ങളിപ്പോ EV ഇലക്ട്രിക് വെഹിക്കിൾസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് ടാറ്റയുടെ ടിയാഗോ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെയായിരുന്നു. ഇത് 2023 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ബാറ്ററി അണ്ടർ വാറണ്ടി എല്ലാം വരുന്ന വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളുള്ള 29,000 കിലോമീറ്റർ. MR എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. XT MR. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പവർ വിൻഡോസ് കാര്യങ്ങൾ, സ്റ്റിയറിംഗ് കൺട്രോൾ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്ന ഹൈലൈറ്റ് 5,90,000. ഫൈനൽ റേറ്റ് 5,90,000. 5,90,000 രൂപ ഫൈനൽ പ്രൈസ് ആണ്. 9,25,000 വണ്ടിയാണ് 5,90,000 കൊടുക്കാം ഫൈനൽ. 9,25,000 രൂപ പുതിയതിന് വില ഉണ്ട്. അപ്പൊ ലക്ഷങ്ങളുടെ മാറ്റം ഉണ്ട്. പുതിയ എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് വാറന്റി ഉള്ള ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അല്ലെ. ലോൺ ചെയ്യാൻ പറ്റും. ഇത് ലോൺ ചെയ്യാലോ, ഫുൾ തന്നെ ചെയ്താൽ 8,50,000 EDV കിടക്കുന്നതിന് ഇപ്പം ഫുൾ തന്നെ ചെയ്താൽ ഫുൾ ലോൺ 0 ഡൗൺ പേയ്മെന്റിൽ ഒരു ഇലക്ട്രിക് കാർ നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ടാറ്റയുടെ ടിയാഗോ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2024 മോഡൽ 25 രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പ് 8,000 കിലോമീറ്റർ വേണ്ടി XT പെട്രോൾ സിംഗിൾ ഓണർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 5,30,000 രൂപ കൊടുക്കാം. 5,30,000 രൂപ ഫൈനൽ പ്രൈസ് ആണോ? ചെറിയൊരു മാറ്റം ഞങ്ങളെ കച്ചവടം ഉണ്ടാവും. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ 100% ലോൺ 100% നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വാഹനങ്ങൾ എന്നാണ് ഈ പറഞ്ഞ ടാറ്റ ടിയാഗോ. ലോ കിലോമീറ്റർ ആണ്. അത് നമ്മൾ ഏറ്റവും പ്രത്യേകം 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു പുതിയതൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ടാറ്റ ടിയാഗോ വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ആളുകളുണ്ടെങ്കിൽ നേരെ നമ്മുടെ കണ്ണൂർ പയ്യന്നൂരുള്ള A1 യൂസർ ഷോറൂമിലേക്ക് പോകുന്ന ഓട്ടോമാറ്റിക്കും പെട്രോളും EV എല്ലാം കിടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2023 മോഡലിലെ ടിയാഗോ പെട്രോൾ ഓട്ടോമാറ്റിക് 23,000 കിലോമീറ്ററോടെ കമ്പനി സർവീസ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. XT ആണ് വേരിയന്റ് വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് വണ്ടി. ഫൈനൽ നമുക്ക് 5,60,000 രൂപ നെറ്റ് കൊടുക്കാൻ പറ്റും. ഫൈനൽ പ്രൈസ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റിൽ ടാറ്റ ടിയാഗോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച വാഹനമാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. ഇത് ഹോണ്ട കമ്പനിയുടെ ജാസ് അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. 18 മോഡൽ 19 രജിസ്ട്രേഷൻ സിംഗിൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ജാസ് 50,000 കിലോമീറ്റർ മാത്രം VX വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫൈനൽ നമുക്ക് 5,30,000 കൊടുക്കാൻ പറ്റും. 5,35 ഫൈനൽ റേറ്റ്. ലോൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാലോ. ലോണും ചെയ്യാം അല്ലേ. മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ പറ്റുന്നതിന്റെ അത്രയും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി, ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ് വീല്, കണ്ടീഷൻ ടയേഴ്സ് എല്ലാം ബട്ടൺ സ്റ്റാർട്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല. റിവേഴ്സ് സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം സീറ്റ്സ് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ മാരുതി ബ്രസ ന്യൂ ഫേസിൽ വരുന്ന വാഹനം നോക്കുന്നവരാണെങ്കിൽ പുതിയത് എടുക്കുന്നതിനേക്കാൾ അനുയോജ്യമായിട്ടുള്ള പുതിയതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു യൂസർ കാർ അല്ലേ. 23 മോഡൽ 24 രജിസ്ട്രേഷൻ VXi ബ്രസ 18,000 കിലോമീറ്റർ വേണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ്. 8,70,000 നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 8,70,000 രൂപ സിംഗിൾ ഓണർ അല്ലേ. സിംഗിൾ ഓണർ. ഇതിന് പുതിയനൊക്കെ എത്ര വില വരും? ഇതിന് 11,80 ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ നല്ല മാറ്റമുണ്ട്, പ്രൈസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള പേപ്പർ ഫിറ്റോ കമ്പനി അണ്ടർ വാറണ്ടി. ഓക്കെ. അപ്പൊ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത നമ്പർ സ്ക്രീനിലുണ്ട്. ഇതൊക്കെ നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഫുൾ കിട്ടുമോ? നമുക്ക് 8 ലക്ഷം വരെ ലോൺ എന്തായാലും കിട്ടും. അപ്പൊ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ലൊക്കേഷൻ എവിടെ വരുന്നു? കണ്ണൂർ പയ്യന്നൂർ കോളേജിന്റെ അടുത്തായിട്ട്. ഓക്കെ.